ഹലോ കൂട്ടുകാരെ, മഴത്തോരു മുംബൈ സീരിയലിന്റെ ഇന്നത്തെ കഥയാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ സ്റ്റാൻലി അലീനയ്ക്ക് നേരെ ഷേക്ക് ഹാൻഡിനായി കൈ നീട്ടുന്നുണ്ട്. ഈ സമയം അലീന ബാലേന്ദ്രനും സ്റ്റാൻലിയും മാറി മാറി നോക്കുന്നുണ്ട്. എന്നിട്ട് സങ്കടത്തോടെ അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. അത് കണ്ടപ്പോൾ സ്റ്റാൻലിക്ക് ആകെ വിഷമായി. അയാൾ ബാലേന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, ഇനി പിണങ്ങിപ്പോയതാണോ? ഞാൻ ആരാണെന്ന് അവളോട് പറഞ്ഞിരുന്നില്ലേ? അപ്പൊ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, വരുന്ന വഴിക്കാണ് താങ്കളെ പറ്റിയെല്ലാം പറഞ്ഞത്. ഞാൻ അവളെ സമാധാനിപ്പിച്ച് കൊണ്ടുവരാന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ പുറത്തേക്ക് പോകുന്നുണ്ട്. ബാലേന്ദ്രനെ കണ്ടതും അലീന കരയാൻ തുടങ്ങി. നിങ്ങൾ രണ്ടാളും എന്നെ പറ്റിക്കായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അലീന. അതങ്ങനെയല്ല മോളെ, അപ്പോഴത്തെ സാഹചര്യം അങ്ങനെയായിരുന്നു. സ്റ്റാൻലി നിന്നെ മകളായി സ്വീകരിക്കുകയോ ഇല്ലയോ എന്ന് എനിക്ക് യാതൊരു ഉറപ്പും ഉണ്ടായിരുന്നില്ല. ഇന്നലെയാണ് ആ ഉറപ്പ് എനിക്ക് കിട്ടിയത്. അതിനു മുമ്പ് ഞാൻ സ്റ്റാൻലിയെ കുറിച്ച് നിന്നോട് പറഞ്ഞിരുന്നെങ്കിൽ പിന്നീട് അയാൾ നിന്നെ വേണ്ടാന്ന് പറഞ്ഞാൽ നിനക്കത് വിഷമാവില്ലേ? ഇത് കേട്ടപ്പോൾ അച്ഛൻ പറയുന്നത് ശരിയാണെന്ന് അലീനയ്ക്കും തോന്നി. അവൾ ബാലേന്ദ്രനോട് സോറി പറയുന്നുണ്ട്. ഈ സമയം അടുക്കളയിലാണെങ്കിൽ ഭയങ്കര ഡിസ്കഷൻ നടക്കുകയാണ്. വന്നത് ആരാണെന്ന് മൂന്നാൾക്കും പിടികിട്ടിയിട്ടില്ല. അപ്പൊ പൗലോസ് ചോദിക്കുന്നുണ്ട്, ആ പെണ്ണ് എങ്ങനെയുണ്ട് ബൈജു? കണ്ട ഫിലിം സ്റ്റാറിനെ പോലെ ഉണ്ടെന്ന് ബൈജു പറയുന്നുണ്ട്. എന്നാലും എന്തിനായിരിക്കും ഇങ്ങോട്ട് വന്നത്? അപ്പൊ ബൈജു പറയുന്നുണ്ട്, എനിക്കെന്തോ പന്തികേട് മണക്കുന്നുണ്ട്. ഇത് കേട്ട് ആൻ്റപ്പൻ പറയുന്നുണ്ട്, കേണൽ സാബ് അങ്ങനത്തെ ആളൊന്നല്ല. ഈ വന്നയാള് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടല്ലോ. മാത്രമല്ല ആ പെങ്കുച്ച അയാൾ അച്ഛനെന്ന് വിളിക്കുന്നുണ്ട്. മുതലാളിയുടെ മൂത്ത മോള് ടാനിയായിട്ട് ആ പെങ്കുച്ചന് നല്ല സാമ്യമുണ്ട്. ചിലപ്പോ വല്ല അകന്ന ബന്ധവും മറ്റോ ആയിരിക്കും. അതും പറഞ്ഞ് ആൻ്റപ്പൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോഴേക്കും ബാലേന്ദ്രൻ അലീനയും കൂട്ടി സ്റ്റാൻലിയുടെ അടുത്തേക്ക് എത്തുന്നുണ്ട്. അലീനെ കണ്ടതും സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, പിണക്കൊക്കെ മാറിയോ? അപ്പൊ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, കാര്യങ്ങളെല്ലാം ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കിച്ചിട്ടുണ്ട്. അവൾ കുറച്ച് ഇമോഷണലാണ്. സ്നേഹം ഉള്ളതില്ലാത്തതൊക്കെ അവൾക്ക് തിരിച്ചറിയാൻ പറ്റും. പുറമേ കാണിച്ചാൽ പോരാ, ആ സ്നേഹം ഉള്ളിലും വേണം. ഇത് കേട്ടപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, ഞാനൊരു പട്ടാളക്കാരനായതുകൊണ്ട് തന്നെ എൻ്റെ അപ്പച്ചൻ പറയുന്നത് ഞാനൊരു മുരടനാണെന്നാ. ഒരു കാലത്ത് സ്നേഹം ആവശ്യത്തിലധികം കൊടുക്കുകയും വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് എപ്പോഴോ അത് കൈമോശം വന്നുപോയി. ഇനി വീണ്ടും അത് പഠിച്ചു തുടങ്ങണം. അതിനുശേഷം സ്റ്റാൻലി ബാലേന്ദ്രനെ അലീനയും ചായ കുടിക്കാൻ വിളിക്കുന്നുണ്ട്. ബാലേന്ദ്രൻ ആദ്യം എതിർക്കുമെങ്കിലും അലീന കഴിക്കാമെന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ അത് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ സ്റ്റാൻലി തൻ്റെ 3 പണിക്കാരെയും വിളിക്കുന്നുണ്ട്. അങ്ങനെ പൗലോസും ബൈജു ആൻ്റപ്പനും അവിടെ എത്തുന്നുണ്ട്. അവരുടെ മുമ്പിൽ വെച്ച് സ്റ്റാൻലി പറയുന്നുണ്ട്, അലീന തൻ്റെ മകളാണെന്നും തനിക്ക് അവളെപ്പറ്റി കൂടുതലൊന്നും അറിയില്ലായിരുന്നെന്നും 23 വർഷങ്ങൾക്ക് മുമ്പ് തനിക്ക് മറ്റൊരു സ്ത്രീയിൽ ജനിച്ച മകളാണ് ഇവളെന്നും അവരോട് പറയുന്നുണ്ട്. അത് കേട്ട് അവരാകെ അന്താളിച്ച് നിൽക്കുന്നുണ്ട്. അവർ പോയതിനു ശേഷം സ്റ്റാൻലി അലീനോടും ബാലചന്ദ്രനോടായിട്ട് പറയുന്നുണ്ട്, ഈ വിവരം ഇവരോട് പറഞ്ഞില്ലെങ്കിൽ ഇവർ തൻ്റെതായ രീതിയിൽ കഥകൾ ഉണ്ടാക്കി പറയും. അതൊഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വെളിപ്പെടുത്തൽ നടത്തിയത്. അപ്പോൾ ഇത്രയാണ് കേട്ടോ ഇന്ന് സംഭവിച്ചത്. മഴത്തോരു മുമ്പേടെ ഇനി വരാൻ പോകുന്ന കഥകളെ പറ്റി ഈ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.